ബിഗ് ബോസ് വീട്ടിൽ രേണുസുതി ഒട്ടും ആക്റ്റീവ് അല്ല എന്നാണ് അവിടുത്തെ എല്ലാ മത്സരാർത്ഥികളും പറഞ്ഞത്. സത്യം തന്നെയാണ്. ബിഗ് ബോസിൽ രേണുസുതി ഒട്ടും ആക്റ്റീവ് അല്ല അല്ലേ. അപ്പം എന്താ പറയുക, രേണുസുതി അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് ചൊറിഞ്ഞ് ചെന്നാൽ മാത്രമേ പുള്ളിക്കാരി മാന്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അങ്ങോട്ട് ചൊറിഞ്ഞോട്ട് പോകാനും പറ്റത്തില്ല. പുള്ളി അതുകൊണ്ട് ആരെയും മാന്താനും പോകുന്നില്ല. പക്ഷേ പുള്ളി ഇന്ന് അനീഷിൻ്റെ അടുത്തോട്ട് അനീഷ് ഒരു ഫൈറ്റൊക്കെ അവിടെ നടത്തിയപ്പോൾ അനീഷിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നായിരുന്നു. പക്ഷേ അത് ഏറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അനീഷിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. പുള്ളി ഒരൊറ്റ നടപ്പ് വെച്ച് കൊടുത്താൽ ഇങ്ങനെ നടന്ന് അങ്ങിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒപ്പം നടക്കാൻ നമ്മുടെ രേണുസുതിക്ക് പറ്റിയില്ല. രേണുസുതിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രേണുസുതി ഇതൊക്കെ പത്തിയൊക്കെ മടത്തി അങ്ങ് പോയി എങ്ങിയിരുന്നു. അപ്പം പക്ഷേ ഈ രേണുസുതി അവിടെ നല്ല രീതിയിലൊരു ഒരു എതിരാളിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ഒന്ന് കളിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് വീട്ടിലൊരു ഓളം തന്നെ ആയിരിക്കും അല്ലേ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും ഒക്കെ പുള്ളിയുടെ ആ ഒരു ആക്റ്റീവ് ആകുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ അതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് അതിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം പുള്ളി ഒന്ന് ആക്റ്റീവ് ആയാൽ അടിപൊളി ഒരു ഓളമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കമൻറ്റ് ബോക്സിൽ വന്നേ. അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ ഉണ്ടല്ലോ, അതിനി ഒട്ടും ഓളത്തില്ല. കാരണം അത് പൊളിക്കാനുള്ള ശ്രമം അവിടെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനുള്ള ഒരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന വലിയൊരു അടി എന്ന് പറയുന്നുണ്ടല്ലോ, അക്ബറും ഷാനവാസും തമ്മിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരെ എല്ലാവരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കും ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഷാനവാസും അക്ബറും കൂടാണ് ഇപ്പോഴത്തെ ആ ഒരു പോരാളികൾ കേട്ടോ. അപ്പം ഈ അക്ബർ ആണെങ്കിൽ ഷാനവാസ് മാപ്പ് പറയണം അനുമോളുടെ പറഞ്ഞിട്ട് പുറകെ നടന്ന് ചൊറിഞ്ഞിരിക്കുകയാണ്. അതിന് ഷാനവാസ് മറുപടി കൊടുക്കുന്നുമുണ്ട്. അപ്പം മിക്കവാറും ഇന്നത്തെ വഴക്കെല്ലാം മിക്കവാറും അതിനു വേണ്ടിയാണ്. ഷാനവാസും അക്ബറും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ബിഗ് ബോസിൽ ഒരു അടി നടക്കും. അതുപോലെ തന്നെ നമ്മുടെ ആര്യനില്ലേ, ആര്യന് ആദിലയോടും നൂറിയോടും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. അവനത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാൻ ഒരു താല്പര്യമുണ്ട് നിങ്ങളോടൊന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു കോമഡി ആയിട്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളോട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആകാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും അതൊരു ലവ് സീനിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് കണ്ടറിയാം. അതുപോലെ നിസാര ഒരു ടൗലിൻ്റെ പേര് രാവിലെ നല്ല ഒരു വഴക്ക് സീനായിരുന്നു. നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശൈത്യയാണെങ്കിൽ ബാത്റൂമിൽ ചെന്നപ്പം ശൈത്യയുടെ ഇപ്പോൾ ടൗല് കാണാനില്ല. അപ്പം ടൗൽ എന്ന് പറഞ്ഞാൽ കർച്ചീഫുണ്ടല്ലോ, പുള്ളി അത് ഇങ്ങനെ വന്ന് നമ്മുടെ ക്യാപ്റ്റനായ അനീഷിനോട് പറയുമ്പോൾ അനീഷ് പറയുന്നത് എന്നോട് എന്തിനാണ് അതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ആ ക്യാപ്റ്റനാണ്, ഈ വക കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ശൈത്യ പറഞ്ഞ് ക്യാപ്റ്റനോടല്ലേ ഇതൊക്കെ പറയേണ്ടത്, എൻ്റെ ആരെടുത്തോണ്ട് പോയി എന്തായ സംഭവം എന്നൊക്കെ എനിക്ക് അറിയണമെന്ന് പറയാം. അങ്ങനെ അനീഷിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അനീഷ് പറയുന്നതിനല്ല മറുപടി കൊടുക്കുന്നത്, എന്നിട്ട് അനീഷ് അങ്ങ് നടക്കുക. അപ്പം ശൈത്യയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ ശൈത്യ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അനിമോളും നമ്മുടെ ശാരികയോട് പറഞ്ഞ് ഇയാൾക്ക് ഇത് തന്നെയാണോ പണി, എന്നും കൊന്നും ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാനാണ് ഇതൊക്കെയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം അനിമോളായാലും അപ്പാനിയായാലും അങ്ങനെ കുറേ ആൾക്കാർ മുൻഷിയൊക്കെ പറയുന്നുണ്ട് ഇവൻ്റെ ഗെയിം പ്ലാനാണ്, ഒറ്റയ്ക്ക് നിന്നുള്ള പ്ലാനിങ് ആണ് ഇതൊക്കെ, എന്നിട്ട് ഇവനെ സിമ്പതി മേടിച്ച് പറ്റാനുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും നമുക്ക് അനുവദിച്ചുകൂടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ എന്തായാലും പൊടിക്കുന്നുണ്ട്.